മടക്കം. ദേശീയ രാഷ്ട്രീയത്തിൽ നക്ഷത്ര ശോഭയോടെ തിളങ്ങിയ മൊറാർജി ദേശായി, കെ കാമരാജ്, അശോക് മേത്ത, ജോർജ് ഫെർണാണ്ടസ് എന്നിവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച കേരളത്തിൽ നിന്നുമുള്ള ഒരേയൊരു നേതാവ്, പാലക്കാടിൻ്റെ അഭിമാനം, നമ്മുടെ ശങ്കർജി. ശിവന്റെ പയ്യൻ എന്ന് വിളിച്ച് വാത്സല്യത്തോടെ ചേർത്തു പിടിച്ച കെ കാമരാജൻ്റെ വിയോഗം നടന്ന അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായിരുന്ന കെ ശങ്കരനാരായണനെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശവും ഇടപെടലും മൂലം കെ കാമരാജിൻ്റെ ഭൗതിക ശരീരം കാണാൻ അനുവാദം ലഭിച്ചു എന്നത് ദൃഢമായ ആത്മബന്ധത്തിൻ്റെ ഉദാഹരണം മാത്രം. 7 ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തന ജീവിതത്തിൽ കരപുരളാതെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയത്തിനതീതമായി സ്നേഹിച്ച സൗമ്യതയുടെ ആൾരൂപം എന്നും പാലക്കാടിൻ്റെ ഹൃദയത്തുടിപ്പ്. ഉദാത്തമായ ആധുനിക വീക്ഷണങ്ങളും ദർശനവും വെച്ചു പുലർത്തുന്ന മഹത് വ്യക്തിത്വത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ശക്തി സംഭരിക്കുന്നത് പാലക്കാടൻ ഗ്രാമീണ പാരമ്പര്യത്തിൽ നിന്നുമാണ് എന്നത് പാലക്കാടിൻ്റെ പുണ്യം. വിശ്രമ ജീവിതത്തിനിടയിലും പൗരത്വ ഭേദഗതി ബില്ലിനെക്കുറിച്ച് കേരളത്തിൽ വിവിധ വേദികളിൽ ഏറ്റവും അധികം സംസാരിച്ച വ്യക്തിയും ശങ്കർജി മാത്രം. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അസുഖം വന്ന അവസാന നാളുകളിലും ജനങ്ങളുടെ ശബ്ദമായി നിന്ന് പ്രിയപ്പെട്ട ശങ്കർജി എന്നും ഓരോ മലയാളിയുടെയും ഹൃദയ വികാരം. ഭാര്യ പരേതയായ പ്രൊഫസർ കെ രാധ, മകൾ അനുപമ, മരുമകൻ അജിത് ഭാസ്കർ, പേരക്കുട്ടികൾ താര, പാർവതി. അനുപമം ജീവിതം എന്ന കെ ശങ്കരനാരായണൻ്റെ ആത്മകഥ 2021 പ്രസിദ്ധീകരിച്ചു. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, MP ശശി തരൂർ, ഗോവ ഗവർണറായിരുന്ന PS ശ്രീധരൻ പിള്ള എന്നിവരടങ്ങുന്ന മഹാസദസ്സിനു മുൻപിൽ വെച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദ്യ കോപ്പി പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന് നൽകി. കേരള രാഷ്ട്രീയത്തിലെ അതികായകനായ ശങ്കർജിയുടെ ഭൗതിക വേർപാടിന് 4 വർഷം തികയുമ്പോൾ അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ തലമുറകൾക്ക് മാതൃകയാവട്ടെ. 2023 ഏപ്രിൽ 24 കെ ശങ്കരനാരായണൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയും രാജ്യസഭാ അംഗവും പ്രിയപ്പെട്ട സഹപ്രവർത്തകനുമായ P. ചിദംബരം കെ ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തു. മകൾ അനുപമ അജിത് ചെയർപേഴ്സണായ ട്രസ്റ്റിൽ ട്രസ്റ്റിമാരായി ഷാഫി പറമ്പിൽ MP, P. ബാലഗോപാൽ, അഡ്വക്കേറ്റ് MC കുര്യാച്ചൻ, അഡ്വക്കേറ്റ് P. പ്രേംനാഥ് എന്നിവർ കെ ശങ്കരനാരായണൻ എന്ന നേതാവിൻ്റെ ഓർമ്മകളെ അണയാതെ സൂക്ഷിക്കുന്നു. സൗമ്യതയുടെ ഈ സൂര്യ തേജസ്സിന്, സാമൂഹ്യ പ്രതിബദ്ധതയുടെ വേറിട്ട വ്യക്തിത്വത്തിന്, വ്യക്തിബന്ധങ്ങളെ ആഴത്തിൽ ചേർത്തുപിടിച്ച സൗഹൃദത്തിൻ്റെ കിടാവിളക്കിന് 1000 ഹൃദയപുഷ്പങ്ങൾ. ബഹുമാനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ അവർ, ബഹുമാനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടിയേട്ടൻ, പ്രിയപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MV രാജേഷ്, ശ്രീ VK ശ്രീകണ്ഠൻ MP, ശ്രീ KE ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ബഹുമാനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ P. നിതീഷ് ഉൾപ്പെടെയുള്ള ഈ വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശങ്കർജിയുടെ വേർപാടിന് 4 വർഷം തികയാണ്. 2022 ഏപ്രിൽ മാസം 24-ാം തീയതി സന്ധ്യയ്ക്ക് ആണ് അദ്ദേഹം 90-ാമത്തെ വയസ്സിൽ നിര്യാതനായത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള 7 പതിറ്റാണ്ട് കാലത്തെ
സംഭവബഹുലമായ ഓർമ്മപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിൽ ഒരു ദീർഘമായ സ്വാഗത പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബഹുമാന്യരായ ഒരുപാട് ക്ഷണിതാക്കൾ ഇവിടെ സംസാരിക്കേണ്ടതുണ്ട് എന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കടമയിലേക്ക് മാത്രം ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ അതിനപ്പുറവും അറിയപ്പെടുന്ന ദേശീയ നേതാവ് എന്ന നിലയിൽ തന്നെ അറിയപ്പെടുന്ന ബഹുമാനനായ ശങ്കർജിയുമായി ബന്ധമുള്ള ഒരാൾ ഏതാണ്ട് ഈ ഹാളിൽ ഇരിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിലുള്ള അനുഭവവും അടുപ്പവും ശങ്കർജിയുമായി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായ സംസാരത്തിൽ മുതിരുന്നില്ല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവர்களാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിച്ചത്. ഉറപ്പായി ഞാൻ വന്നിരിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ഈ ചടങ്ങിന് എത്തിച്ചേരുകയും ചെയ്യുന്നു. കെ ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ്റെ പേരിൽ ഈ വന്ന മുഴുവൻ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പേരിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനായ ശ്രീ കൃഷ്ണകുട്ടിയേട്ടൻ ഒരുപക്ഷെ ഈ ഹാളിൽ അണിനിരന്നിരിക്കുന്ന വളരെ അപൂർവം പേരിൽ ശങ്കർജിയുമായി ഏറ്റവും ദീർഘകാലത്തെ ബന്ധമുള്ള ആൾ ശ്രീ കൃഷ്ണകുട്ടിയേട്ടനായിരിക്കും. അദ്ദേഹം 1969 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി അദ്ദേഹത്തോടൊപ്പം ശങ്കർജി എന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KPCC ജനറൽ സെക്രട്ടറിയുമാണ്. അദ്ദേഹവുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച അപൂർവം പേരിൽ ചന്ദ്രേട്ടനോടുണ്ട്, ശ്രീ കൃഷ്ണകുട്ടിയുള്ള ആളുകൂടെ ഉണ്ട്. അങ്ങനെ അപൂർവം പേരുകളാണ് കൃഷ്ണകുട്ടിയേട്ടൻ. അദ്ദേഹം KPCC മെമ്പറാണ്. 69 സംഘടനാപരമായ പിളർപ്പിൽ അദ്ദേഹം സംഘടനാ പക്ഷത്ത് ശങ്കർജിയോടൊപ്പം നിന്ന പ്രവർത്തകനാണ്. 1925 ശങ്കർജി തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നെങ്കിൽ 76 വന്നെങ്കിൽ കൃഷ്ണകുട്ടിയേട്ടൻ സംഘടനാ പക്ഷത്ത് നിൽക്കുകയാണ്. ബഹുമാനായ കൃഷ്ണകുട്ടിയേട്ടനെ ഈ ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ MP രാജേഷ് ശങ്കർജിയുമായി വളരെയേറെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വളരെയേറെ അടുത്ത സൗഹൃദം പുലർത്തുന്നയാളാണ്. ഞാൻ ഓർക്കുന്നത് SFIയുടെ പ്രവർത്തകനായിരുന്ന കാലഘട്ടം മുതൽ ശങ്കർജിയെ അവർ സന്ദർശിക്കുകയും അവർ പലപ്പോഴും ആശയവിനിമയം നടത്തുകയും ഒരുപാട് സമയം ചെലവഴിക്കുകയും എനിക്കറിയാം. ബഹുമാനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ ബഹുമാനായ ശ്രീ KE ഇസ്മായിൽ അവர்களுണ്ട്. ഒരുപാട് കാലം ശങ്കർജിയോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ഏതാണ്ട് 1970 കാലഘട്ടത്തിലാണെങ്കിൽ ഒരു മുന്നണിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചവരിൽ ഒരാളാണ് ശ്രീ KE ഇസ്മായിൽ. മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും മുൻ രാജ്യസഭാംഗവുമായ ശ്രീ KE ഇസ്മായിലിനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ VK ശ്രീകണ്ഠൻ, അദ്ദേഹത്തിന് ഞാൻ ഔപചാരിക പേരിൽ സ്വാഗതം പറയുകയാണ്. സത്യം പറഞ്ഞാൽ ശങ്കർജിയുടെ ശിഷ്യഗണങ്ങൾ ഒരാളാണ് അദ്ദേഹം എന്ന് പറയാം. കാരണം അവരൊരു നാട്ടുകാരാണ്. ഷൊർണൂരിൽ ശങ്കർജിയോടൊപ്പം വളരെ ദീർഘകാല അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി അനുയായിയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ശ്രീ VK ശ്രീകണ്ഠൻ എനിക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ബഹുമാനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സ്മിതേഷ് ശങ്കർജിയുടെ വീട് നിൽക്കുന്ന വാർഡിൽ 2 തവണ അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറായി. എനിക്കറിയാം ശങ്കർജിയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ശ്രീ സ്മിതേഷ്. മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സ്മിതേഷിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വളരെയേറെ വർഷക്കാലം KSUവിൻ്റെ ഭാരവാഹിയായി നടന്നിരുന്ന കാലം മുതൽ ശങ്കർജിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ശ്രീ തങ്കപ്പൻ. DCC പ്രസിഡന്റ് ശ്രീ തങ്കപ്പന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ശ്രീ മരക്കാരന്മാരായെങ്കിലും പലപ്പോഴും UDFിൻ്റെ യോഗങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും